അങ്ങനെ ഇന്ന് ഓറിയന്റേഷൻ ഡേ ആണ്. സോ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ പോയത് ഇന്നലെ വന്ന പയ്യന്റെ റൂമിലേക്കാണ്. അങ്ങനെ അവിടെ പോയി അവനെയും കൂട്ടി നൈസായിട്ട് ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങാനും പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് പോയി. കാരണം നാട്ടിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ അവർ ഇച്ചിരി ഒരു സാഡ് ആയിരിക്കും. സോ അവർക്ക് ഒരു സ്റ്റാർട്ടിംഗ് ഡേ ഒരു ചെറിയൊരു മൈൻഡ് റിലാക്സിംഗ് ഒരു ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊന്ന് ചില്ലാവും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നൈസായിട്ട് എങ്ങനെ ബ്ലോക്ക് അക്കൗണ്ട് വിഡ്രോ ചെയ്യാം, യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാം, സിറ്റി രജിസ്ട്രേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ പാർട്ട് ടൈം ജോബ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ എന്റെ വക കുറച്ച് ഉപദേശം എങ്ങനെ ജർമ്മനിയിൽ സക്സസ്ഫുൾ ആവാം. സോ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ഞാൻ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കാറുണ്ട്. ഇത് ഭയങ്കര ഒരു ബെനിഫിഷ്യൽ ആയിട്ട് കുട്ടികൾ എന്നോട് പറയാറുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു 1 hour ബസ് ആയിരുന്നു. എന്റെ പൊന്നെ ഒടുക്കത്തെ തിരക്ക്, നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു ബസ്സിൽ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ജർമ്മനിയിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസും അസിസ്റ്റൻസും തന്നൊരു പ്രോപ്പർ ഓറിയന്റേഷനിലൂടെ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജോ. അപ്പൊ ശരി ട്ടാ, ബൈ ബൈ.